നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അതെ, ബസ് സ്റ്റാൻഡ് വികസനത്തിന് മുസ്ലിം ലീഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർഡാണത്. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചെയ്യാൻ പറ്റുമോ? അല്ല, ഒരു ദിവസമെങ്കിലും പഞ്ചായത്തല്ലേ ഞാൻ ചോദിച്ച സുഹൃത്തെ, പഞ്ചായത്ത് ഭരണസമിതിയല്ലേ ചെയ്യേണ്ടത്? ഒരു ദിവസമെങ്കിലും ആ പഞ്ചായത്തില് ഒരു ഞാൻ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിൽ ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല, കേരളം ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല. ഈ കുറ്റിപ്പുറം ടൗണ് അടങ്ങുന്ന ഒരു 4 വാർഡോളം വരുന്ന ഒരു സ്ഥലമാണ്. 4 വാർഡ്. അതിലൊരു പ്രദേശം മാത്രമാണ് നിലവിൽ കഴിഞ്ഞ ടൈമിൽ മാത്രം ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനപ്രതിനിധിയായി വന്നത്. അതും ഈ ടൗൺ ഉൾപ്പെടുന്നതല്ല. എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവർ കക്ഷിയായിട്ടുള്ള MLA ആബിദ് ഹുസൈൻ തങ്ങൾ തൻ്റെ പ്രാദേശിക ഫണ്ട് ഈ ബസ് സ്റ്റാൻഡിനെ നവീകരിക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ വെച്ചിട്ട് 2 സാമ്പത്തിക വർഷം വരെ കാത്തു നിന്നിട്ട് പോലും ഈ കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയെ വിശ്വാസമില്ലാഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു പഞ്ചായത്തിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് ഈ പഞ്ചായത്തിലൊരു മെമ്പർ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡ് നവീകരിച്ചില്ല എന്ന് പറയുന്നത്. വർഷം 60ഓളമായി കുറ്റിപ്പുറം പഞ്ചായത്ത് ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം MLA 1.5 കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് തന്നിട്ട് അത് വിനിയോഗിക്കാതെ ഈ ഭരണസമിതിയെ വിശ്വാസമില്ലാതെ സ്വന്തം MLA എടുത്തുകൊണ്ടുപോയ നാടാണ് കുറ്റിപ്പുറം. MLAയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷം. ഞാൻ പറയുന്നത്, ഏതൊരു MLA, ഞാനും നിങ്ങളും MLA ആയാലും ഒരു കൊല്ലത്തിൽ 5 കോടി ഏത് MLAക്കും കിട്ടും. ആ 5 കോടി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന നിയമമാണ്. കുറ്റിപ്പുറം ഭരിക്കുന്നത് ലീഗ് UDF. ഇവിടുത്തെ MLA ലീഗ് UDF. അവര് കൊടുത്ത MLA കൊടുത്ത ഫണ്ട് MLAക്ക് ഈ പഞ്ചായത്ത് ചെയ്യാത്തത് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. ഇത്ര എടുത്താൽ മതി. കാലമായിട്ട് കുറ്റിപ്പുറം പഞ്ചായത്ത് UDFന്റെ കൈകളിലാണ് എന്നെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറഞ്ഞു. സന്തോഷം. വീണ്ടും UDFനെ ജനങ്ങൾ അധികാരത്തിൽ എത്തുന്നത് അവരിൽ വല്ല നന്മയും കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ആ നന്മ അടുത്ത ചോദ്യം ചെയ്യപ്പെടുകയാണോ? അടുത്തതും സുനിശ്ചിതമായ UDFന്റെ ഭരണ തുടർച്ച ഇവിടെ ഉണ്ടാവും. കൂടുതൽ ഇടതുപക്ഷം രണ്ടാമത് അധികാരത്തിൽ വന്നതും ജനങ്ങളുടെ നന്മ കൊണ്ടാണല്ലോ. അത് അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ കാര്യമാണ്. കേരളത്തിലാണ് കുറ്റിപ്പുറം അങ്ങനെ നമുക്ക് നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ഭരണം നിങ്ങൾ പറയേണ്ടി വരും. നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി നിങ്ങൾ പറയേണ്ടി വരും. അല്ല, നിങ്ങൾ പറയുന്നതാണ്. രണ്ടാം ഭരണമല്ല, 3ാം ഭരണമാണ് നരേന്ദ്രമോദി. ഞാൻ ഈ ജനതയെ സാക്ഷി നിർത്തി പറയുന്നു, അടുത്ത ഭരണസമിതിയുടെ ആദ്യത്തെ പ്രൊജക്ട് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കലായിരിക്കും. കഴിഞ്ഞതിന്റെ